അസ്സലാമലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. റാഹത്തല്ലേ? അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന മനോഹരമായ ആശയവുമായി വീണ്ടും നമ്മൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. കൽബ് നിറച്ച് ദുആ ചെയ്യുന്നവർ, മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ, ഇതിനുവേണ്ടി പരിശ്രമിക്കുന്നവർ എല്ലാവർക്കും എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു പ്രദാനിക്കുമാറാകട്ടെ. ജീവിതത്തിന്റെ സന്തോഷവും സമാധാനവും അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്ന ആശയവുമായി അൽഹംദുലില്ലാ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിക്കുകയാണ്. അൽഹംദുലില്ലാ. ഇന്ന് നമ്മൾ വ്യത്യസ്തമായ ഒരു കാര്യമാണ് പഠിക്കാൻ പോകുന്നത്. കാരണം നമുക്കറിയാം, പരിശുദ്ധമായ ദുൽഹിജ്ജ മാസത്തിന്റെ പര്യവസാന നിമിഷങ്ങളിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? ഇന്ന് ഈ ക്ലാസ് നമ്മൾ കേൾക്കുമ്പോൾ ദുൽഹിജ്ജ മാസം 28ാമത്തെ പകലിലാണ്. ഇന്ന് 28, തിങ്കളാഴ്ച 28, ചൊവ്വാഴ്ച 29. നാളെ ഒരു പക്ഷേ ദുൽഹിജ്ജ മാസത്തിന്റെ അവസാന പകലായിരിക്കും. ഇന്ന് 28, തിങ്കൾ 28, ചൊവ്വാഴ്ച 29 ഉള്ളൂ എങ്കിൽ ബുധനാഴ്ച മുഹറം 1. ഇനി 30 ഉണ്ടെങ്കിൽ വ്യാഴാഴ്ച മുഹറം 1. അപ്പൊ ഒരു വർഷം നമ്മിലേക്ക് സമാഗതമാവുകയും ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുകയും ചെയ്യുകയാണ്. നാളെ നമ്മൾ ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇന്നത്തെ ദിവസം തിങ്കളാഴ്ച, കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം തിങ്കളാഴ്ച പകലിൽ മുഹറം 28, ചൊവ്വാഴ്ച 29. അപ്പം 29 മാത്രമേ ഉള്ളൂ എങ്കിൽ ബുധനാഴ്ച മുഹറം 1 അല്ലെങ്കിൽ വ്യാഴാഴ്ച, എന്ത് തന്നെയായാലും ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുകയാണ്. ഈ ഒരു വർഷം നമ്മിൽ നിന്ന് വിട പറയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ നാം ചേർത്തു പിടിക്കേണ്ട, നാം മനസ്സിലാക്കേണ്ട, നാം അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് വേഗത്തിലൊന്ന് പറഞ്ഞു പോകാം. കുറഞ്ഞ സമയം നമുക്കുള്ളൂ. ഞാൻ വിശദീകരിക്കുന്നില്ല, വലിച്ചു നീട്ടി പറയണമില്ല. മനസ്സിലാകാൻ വേണ്ടി 1-2 ഉദാഹരണങ്ങളുടെ വേഗം പറഞ്ഞു പോകും. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒന്നാമത്, പ്രിയമുള്ളവരെ, നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ഈ ദുനിയാവ് പോലെ നശ്വരമാണ്. കണ്ണടച്ചു തുറക്കുന്ന വേഗതയിൽ ഈ ദുനിയാവ് പോകും അല്ലേ? ഒരു മുഹറം പോയി അടുത്ത മുഹറം കടന്നു വരാൻ പോകണം. കഴിഞ്ഞ റബീഉൽ അവ്വൽ പോയിട്ട് റബീഉൽ അവ്വൽ നമ്മിലേക്ക് സമാഗതമായി 3 മാസേ ഉള്ളൂ. ആലോചിച്ച് നോക്കിയേ, ആ പോണ വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. നബിതങ്ങൾ പറഞ്ഞു, ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. ദിവസങ്ങൾ മാസങ്ങളെപ്പോലെ, മാസങ്ങൾ ദിവസങ്ങളെപ്പോലെ ഓടി വരുന്നത് ഖിയാമത്ത് നാളിന്റെ അടയാളമാണെന്ന് നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പഠിക്കേണ്ടത് വല്ലാഖിറത്തു ഖൈറും വബക്ക, ആഖിറ ലോകമാണ് അവശേഷിക്കുന്നതെന്നാണ്. ആ ആഖിറത്തിന് വേണ്ടി നമ്മൾ പണിയെടുക്കണം. എന്റെ പ്രിയമുള്ളവരെ, ദുനിയാവ് എപ്പോഴും അവസാനിക്കാം. എപ്പോഴാണ് നമ്മുടെ പേരിന് മാറ്റിയിട്ട് മയ്യിത്തെന്ന് വിളിക്കുന്നത് അറിയില്ല. അള്ളാഹു നമ്മുടെ ആഖിബത്ത് നന്നാക്കി തരട്ടെ. ഒന്നാമത്, ഒരു വർഷം ഈ ദുൽഹിജ്ജ മാസം നമ്മിൽ നിന്ന് വിട പറഞ്ഞ് പുതിയ ഒരു മുഹറമിന്റെ വർഷം നമ്മിലേക്ക് സമാഗതമാകുമ്പോൾ ഒന്നാമത് നമ്മൾ തിരിച്ചറിയാനുള്ളത് കഴിഞ്ഞ കാലത്തെ വിലയിരുത്തുക എന്നുള്ളതാണ്. ഒന്നാമത് കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വിലയിരുത്തണം. ഈ ഒരു വർഷം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പാകപ്പിഴവുകളിലേക്ക് നമ്മൾ തിരിഞ്ഞു നോക്കണം. നമുക്കറിയാം, നമ്മൾ വാഹനം ഓടിക്കുന്നവരാണ്, അല്ലെങ്കിൽ വാഹനത്തിന് മുൻസീറ്റിൽ നിന്ന് യാത്ര ചെയ്തിട്ടുള്ളവരാണ് എങ്കിൽ നമ്മൾ പഠിച്ചോളി. നമ്മൾ വാഹനം ഓടിക്കുന്നവരാകട്ടെ, മുന്നിലിരിക്കുന്നവരാകട്ടെ, മുന്നിലത്തെ കാഴ്ചകൾ കാണാൻ ആ ഫ്രണ്ടിലത്തെ ഒരൊറ്റ ഗ്ലാസ്, ആ ഫ്രണ്ട് മിറർ മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിലത്തെ കണ്ണാടി മാത്രമേ ഉള്ളൂ, ഫ്രണ്ടിലൂടെ വരുന്ന കാഴ്ചകൾ കാണാൻ. എന്നാൽ പുറകിലൂടെ വരുന്ന വാഹനങ്ങൾ കാണാൻ വലതുഭാഗത്ത്, ഡ്രൈവറിന്റെ വലതുഭാഗത്ത് ഒരു കണ്ണട, കാറിന്റെ ഇടതുഭാഗത്ത് ഒരു കണ്ണാടി, നമ്മൾ ഇരിക്കുന്നതിന്റെ മുകളിൽ ചെറിയ നീളത്തിനൊരു കണ്ണാടി, ഇനി റിവേഴ്സ് ക്യാമറ വെച്ചാൽ അങ്ങനെ ബേക്കിലെ കാര്യങ്ങൾ കാണാം. അങ്ങനെ തുടങ്ങിയുള്ള ഒരുപാട് ക്യാമറ ഫെസിലിറ്റീസും ഒരുപാട് കാഴ്ചകളും പുറകിൽ നിന്ന് കാണാൻ ശ്രദ്ധയോടെ നോക്കാനാണ് എന്ത് പറയുന്നത് അധികം ക്ലാസ്സുകൾ ഉള്ളത്. ഫ്രണ്ട് കാണാൻ ഒന്നേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ഉദാഹരണം പറഞ്ഞതാണ്, ജീവിതത്തിന്റെ കഴിഞ്ഞു പോയ ഒരു കാലത്തെ കുറിച്ച് നിങ്ങൾ പഠിച്ചവനെ, എത്ര നിസ്കാരം കലായി, എത്ര നോമ്പ് ഞാൻ കലാക്കിയിട്ടുണ്ട്, എത്ര പാവപ്പെട്ട വേദനിപ്പിച്ചിട്ടുണ്ട്, എത്ര പേരെ ഞാൻ പിണങ്ങിയിട്ടുണ്ട്, എത്ര പേരെ ഞാൻ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്, എന്തൊക്കെ ഇബാദത്തുകൾ വീഴ്ച വന്നിട്ടുണ്ട്. ഇതെല്ലാം വിലയിരുത്തേണ്ട ഒരു മാസമാണ് പരിശുദ്ധമായ ഈ ഒരു മാസം വിട പറഞ്ഞ് ഒരു വർഷം വിട പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കും. ഒന്നാമത്തത്, കഴിഞ്ഞ കാലത്തെ കുറിച്ച് വിലയിരുത്തും. ഉമ്മമാരെ വിലയിരുത്തണം, നമ്മൾ വിലയിരുത്തണം. നമുക്കൊരു വിചാരണ വേണമെന്നേ, ഒരു ഹാസിബു ഖബല തുഹാസബു, ഒരു വിചാരണ വരുന്നതിന് മുമ്പ് നമുക്കൊരു വിചാരണയുണ്ട്, അത് നമ്മൾ പഠിക്കണം. ഒന്നാമത്തത്, വിചാരണ രേഖപ്പെടുത്തണം. നമ്മൾ എന്ത് ചെയ്യണം? കഴിഞ്ഞ കാലത്തെ കുറിച്ച് പഠിക്കുക. രണ്ടാമത്തത്, ആയുസ് ചുരുങ്ങുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ വിചാരിക്കും, 2026 നമുക്ക് കിട്ടി, അല്ലെങ്കിൽ നമുക്കൊരു വർഷം കൂടി കിട്ടി. അല്ല, ഒരു വർഷം കൂടി ഖബറിലേക്ക് നമ്മൾ നടന്നു നീങ്ങി എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരു വർഷം കൂടി റബ്ബിലേക്ക് അടുക്കാൻ പോവാണെന്ന് വേണം മനസ്സിലാക്കാൻ. നമ്മിലേക്ക് പരലോക യാത്രയിലേക്ക് ഒരു കൊല്ലം കൂടി അടുത്തുപോയി എന്ന് നമ്മൾ ചിന്തിക്കണം. പരിശുദ്ധമായ ഖുർആൻ പറയുന്നുണ്ട്, ഇന്നമാ നഅദ്ദു ലക്കും അദ്ദ, നിങ്ങൾക്കൊരു അവധി നിശ്ചയിച്ചിട്ടുണ്ട്, അത് വിട്ടുകിടക്കാൻ ഒരാൾക്കും പറ്റൂല. എൻ്റെ പ്രിയമുള്ള ഉമ്മ, ഇന്നലെ കണ്ടവരെ ഇന്ന് കാണുന്നില്ല, ഇന്ന് കണ്ടവരെ നാളെ കാണുന്നില്ല. നിസ്സാര നിമിഷം മതി മനുഷ്യന്റെ പേര് മാറ്റി മയ്യത്തെന്ന് വിളിക്കാൻ. നാളെ ആരൊക്കെ ഉണ്ടാവും അറിയില്ല. മുഹറം 1 കടന്നു വരുമ്പോൾ ഞാനുണ്ടോന്നറിയില്ല, നിങ്ങളുണ്ടോന്നറിയില്ല. ഈ നിങ്ങൾക്ക് ഇൽമ പറഞ്ഞു തരാൻ ഞാനുണ്ടോന്നറിയില്ല, കേൾക്കാൻ നിങ്ങളുണ്ടോന്നറിയില്ല. അല്ലാഹു നമുക്കൊക്കെ ആയുസ്സും ആരോഗ്യം ആഫിയത്തും റബ്ബിന്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇല്ലേ? അത്രേ
ഉള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ആയുസ് ചുരുങ്ങാണ്, ഇനിയെങ്കിലും നന്നാകണം, റബ്ബിലേക്ക് അടുക്കണം എന്ന ചിന്ത നമുക്ക് ഉണ്ടാകണം. മൂന്നാമത്, തൗബ ചെയ്ത് യാത്രയാക്കണം. ഈ വർഷത്തെ തൗബ ചെയ്ത് യാത്രയാക്കണം. നമ്മൾ എന്തൊക്കെ തെറ്റ് ചെയ്തു, ഇന്നത്തെ ദിവസത്തിന്റെ കണക്ക് മാത്രം എടുത്ത് ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ ഈ ഫോണിലൂടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് എത്ര ഹറാമ് നമ്മൾ കണ്ടു കേട്ടു ചിന്തിച്ച് ഈ പറയുന്ന ഞാനടക്കം എത്ര ഹറാമ് നമ്മൾ കണ്ടവരാ. കണക്കുണ്ടോ ഉമ്മ, കണക്കുണ്ടോ വാപ്പ, എത്ര ഹറാമ് നമ്മൾ കണ്ടവരാണ്. അള്ളാഹുവിനോട് നമ്മൾ തൗബ ചെയ്യണം. നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും തൗബ ചെയ്തവരാകുക. ഇത് ചോദിക്കുമ്പോൾ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യം, ഉസ്താദേ തൗബ ചെയ്യും വീണ്ടും തെറ്റ് ചെയ്യും, തൗബ ചെയ്യും വീണ്ടും തെറ്റ്, പിന്നെ തൗബ ചെയ്യണം എന്താ കാര്യം ഇല്ലേ? ഒരു സംശയമില്ലേ? തൗബ ചെയ്താൽ തെറ്റിലേക്ക് പോകാൻ പാടില്ല. നമ്മളറിയാതെ വീണ്ടും തെറ്റ് ചെയ്യും, വീണ്ടും തൗബ ചെയ്യും. ഇങ്ങനെ തൗബ ചെയ്യുന്ന പടച്ചോനെ കളിയാക്കലല്ലേ? ഇനിയിപ്പോൾ അവസാനം ആകുമ്പോഴേക്ക് ഒരു 27 വരട്ടെ, അപ്പോൾ ഒരു വർഷത്തെ ഒരുമിച്ചങ്ങ് തൗബ ചെയ്യാം. അല്ല, അള്ളാഹുവിന്റെ പ്രവാചകനോട് സ്വഹാബി വന്നിട്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ ഞാൻ തെറ്റ് ചെയ്തു പോയി. നബി നമ്മൾ തൗബ ചെയ്തു. അള്ളാഹിന്റെ റസൂൽ വീണ്ടും പറഞ്ഞു, നബിയെ വീണ്ടും ഞാൻ തെറ്റ് ചെയ്തു. അപ്പോൾ നബി തങ്ങൾ പറഞ്ഞു തൗബ ചെയ്യും. വീണ്ടും ആഗതം ചോദിച്ചു, നബിയെ തെറ്റ് ചെയ്യുന്നുണ്ട്, തൗബ ചെയ്യും. അപ്പൊ ആ സ്വഹാബി വരുന്ന ചോദ്യം, നബിയെ ഈ തെറ്റ് ചെയ്യുന്നു തൗബ ചെയ്യുന്നു, തെറ്റ് ചെയ്യുന്നു തൗബ ചെയ്യുന്നു, അതിനിപ്പോ എന്താ അർത്ഥമുള്ള, എന്താ റസൂലെ ചെയ്യേണ്ടത്? അതിന് പരിഹാരം അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുത്ത എന്താണെന്നറിയോ? എന്റെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ഈ ചാനലിലൂടെ കേൾക്കുന്ന ഉമ്മമാര് പഠിച്ചോ, ഉപ്പമാര് പഠിച്ചോ. നബി തങ്ങൾ പറഞ്ഞു, മോനെ ഇബ്ലീസ് നിന്നെ കൊണ്ട് നാണം കെടുന്നത് വരെ നീ തൗബ ചെയ്യണം. യവനെ കൊണ്ട് വലിയ ശല്യമായല്ലോ, തൗബ നിർത്തണില്ലല്ലോ എന്ന് പറഞ്ഞ ഇബ്ലീസിന് നാണമാകുന്നത് വരെ, ഇബ്ലീസ് ലജ്ജിക്കുന്നത് വരെ നീ തൗബ ചെയ്തോ, നിന്റെ മനസ്സിലുള്ള തൗബയെ സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി. അവിടെ തൗബയെ നമ്മൾ വ്യാപിപ്പിക്കണം. അടുത്തത് വേഗം പറഞ്ഞോട്ടെ, നാലാമത്തത് അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്തോ എന്ന് ചിന്തിക്കണം. എത്ര അനുഗ്രഹം! ഒരു വർഷം കൊണ്ട് വീടില്ലാത്തവർക്ക് വീട് ആയവരുണ്ട്, മക്കളില്ലാത്തവർ മക്കളായി, രോഗങ്ങൾ തന്നിട്ടില്ല, ആരോഗ്യം തന്നു, ആഫിയത്ത് തന്നു. നമ്മൾ ഒരുപാട് കഴിച്ചു, തിന്നു, കുടിച്ചു, രസിച്ചു, ആനന്ദിച്ചു, ആഹ്ലാദിച്ചു. ഇതൊക്കെ റബ്ബ് എന്ന സൗഭാഗ്യമല്ലേ? എത്ര ശ്വാസം എടുത്തു, എത്ര ശ്വാസം വിട്ടു, എത്ര വെള്ളം കുടിച്ചു, എത്ര ഭക്ഷണം കഴിച്ചു. എന്തൊക്കെ നന്ദി അള്ളാഹു അനുഗ്രഹം നമുക്ക് തന്നു. ഒരു നന്ദി, ഒരു 100 അൽഹംദുലില്ലാ പറയാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരു 100 അൽഹംദുലില്ലാ നമുക്ക് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ പ്രിയപ്പെട്ടവർ? എന്ന് ചിന്തിച്ചു നോക്കി. ഇന്നലെ, ഇന്ന്, നാളെയൊക്കെ ഒരു ദിവസത്തിൽ ഏറ്റവും കുറഞ്ഞത് അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ 100 വട്ടങ്ങൾ കുത്തിയിരുന്ന് അൽഹംദുലില്ലാ പറയണമെന്നില്ല. നിങ്ങളോ ഇത് ഉസ്താദ് പറഞ്ഞല്ലേ, ഇനി അൽഹംദുലില്ലാ 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 എന്ന് പറയണ്ട. ഒരു സാധനം എടുക്കുമ്പോൾ പടച്ചോനെ കൈ ഉയർത്തി എടുത്തു, അതിന് ആഫിയത്ത് എന്ന പടച്ചോനെ അൽഹംദുലില്ലാ വെച്ചു, അൽഹംദുലില്ലാ എഴുതി, അൽഹംദുലില്ലാ ഒക്കെ ഓരോ പ്രവർത്തനങ്ങൾ ചെയ്യുമ്പോൾ അൽഹംദുലില്ലാ പറയാം. എപ്പോഴും 100 എണ്ണാവും. അതൊരു നന്ദിയാണ്. ഇതിന് ശക്കർത്തും ലസീദന്നക്കും, നിങ്ങൾ നന്ദിയുള്ളവരാകും, ഞാൻ നിങ്ങൾക്ക് തരാന്ന റബ്ബ് പറയണേ. കഫർത്തും, നിങ്ങൾ എന്നോട് നന്ദികേട് കാണിച്ച ഇന്ന അദാബില ശദീദ്, വിടൂലാട്ടോ, ഞാൻ റബ്ബാണ്, ഞാൻ വിടൂലെന്ന് പരിശുദ്ധമായ ഖുർആൻ. നന്ദിയുള്ളവരാകണം. ഏറ്റവും കുറഞ്ഞ തീരുമാനം എടുക്കണം. ഒരു 100 അൽഹംദുലില്ലാ ചൊല്ലും എന്ന് ഉറപ്പിക്കണം. ചൊല്ലൂലേ? ചൊല്ലുമെന്ന് ഉറപ്പുള്ളവർ ഇൻഷാ അല്ലാഹ് കമന്റ് ചെയ്തേ. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് കമന്റ് ചെയ്യും. ആ നിയ്യത്താകണം ഇൻഷാ അല്ലാഹ് എന്നുള്ളത്. അള്ളാഹ് കബൂലാക്കട്ടെ. അഞ്ചാമത്തത്, എന്റെ പ്രിയമുള്ളവരെ, ഈ ഒരു വർഷത്തിൽ മനുഷ്യന്റെ സാഹചര്യം കൊണ്ട്, സ്വഭാവം കൊണ്ട് പലരോടും പിണങ്ങിയിട്ടുണ്ട്, പലരോടും പിണക്കം വന്നിട്ടുണ്ട്, പലരോടും വഴക്കിട്ടുണ്ട്, പലരെയും തല്ലിയിട്ടുണ്ട്, പലരെയും ചീത്ത വിളിച്ചിട്ടുണ്ട്. അതൊക്കെ അവിവേകം കൊണ്ട്, എടുത്തുചാട്ടം കൊണ്ടാണ്. അതൊക്കെ പൊരുത്തം ചോദിച്ച് ഈ ഒരു വർഷത്തെ യാത്രയാകുമ്പോൾ പിണക്കമില്ലാത്ത, വക്രതകളില്ലാതെ, വഴക്കില്ലാത്തവരായി നമ്മൾ മാറണം. അതോടൊപ്പം ആറാമത്തത് പറഞ്ഞു, നല്ല തീരുമാനങ്ങൾ എടുക്കണം. ഇല്ലേ? കഴിഞ്ഞ വർഷം നമ്മൾ എടുത്തു ഉസ്താദേ, എവിടെ എന്തോ കഴിഞ്ഞ മുഹറപ്പെടാൻ, ഈ വർഷം എനിക്ക് നന്നാവണം ഇൻഷാ അല്ലാഹ് എന്ന് നമ്മൾ നിയ്യത്ത് വെച്ചവരാ. എവിടെ? പക്ഷെ അങ്ങനെ ആകരുത്. നല്ല നിയ്യത്ത്, ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാ, നല്ല നിയ്യത്തുകളുള്ള പ്രതിഫലം തരും ഇൻഷാ അല്ലാഹ്. പടച്ചവനെ ഈ വർഷമെങ്കിലും എനിക്ക് ഇനി നിസ്കാരം കളാക്കരുത്, ഈ വർഷം എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന നന്മകൾ ചെയ്യണം. ഹറാമല്ല കേട്ടോ, നല്ല കാര്യങ്ങൾക്ക് നിയ്യത്ത് വെക്കുക. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഏഴാമത് പറഞ്ഞു, ഈ ഒരു വർഷത്തിന്റെ അവസാന യാത്രക്കുമ്പോൾ ഒരു പ്രാർത്ഥനയുണ്ട്. 3 വട്ടം ചൊല്ലിയാൽ ഇബ്ലീസ് ലജ്ജിച്ച് തല താഴ്ത്തുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 3 വട്ടം നമ്മൾ ചൊല്ലണം. ഈ പ്രാർത്ഥന 3 വട്ടം ചൊല്ലിയാൽ ഇബ്ലീസ് പോലും ലജ്ജിക്കുമെന്ന ആ പ്രാർത്ഥന ഏതാണ്? അത് നമ്മൾ ചൊല്ലാൻ പോവാണ്. 3 വട്ടം നമ്മൾ ചൊല്ലുക. ഏതാണ് നമ്മൾ സ്ക്രീനിൽ കാണിക്കും, അത് നോക്കി ഇൻഷാ അല്ലാഹ് കൂടെ ചൊല്ലി പഠിക്കുക. അള്ളാഹു സ്വീകരിക്കുമാറുടെ 3 വട്ടം ചൊല്ലിക്കോളിൽ ഇബ്ലീസ് വരെ ലജ്ജിക്കും. ഈ മാസത്തെ യാത്രയാക്കുമ്പോൾ, ഈ വർഷത്തെ യാത്രയാക്കുമ്പോൾ, ഇന്ന് 28ആണല്ലോ, അപ്പൊ ഇന്ന് ചൊല്ലാം, നാളെ ചൊല്ലാം, എപ്പോഴാണ് അറിയില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഇന്നും ചൊല്ലാം, നാളെയും ചൊല്ലാം. ഒരു യാത്രയാക്കലാകട്ടെ, ഒരു തൗബയുടെ പദങ്ങളാകട്ടെ. അള്ളാഹ്
കബൂലാക്കട്ടെ. ഏതാണ് ദുആ? അതാണ് സ്ക്രീനിൽ കാണുന്നത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹബിഹി വസല്ലം. അല്ലാഹുമ്മ മാ അമിൽതു മിൻ അമലിൻ ഫിസ് സനത്തിൽ മാദിയ മിമ്മാ നഹൈതനി അൻഹു ഫലം അതുബ് മിൻഹു വലം തർലാഹു വനസീതുഹു വലം തൻസഹു വഹലുംത അന്നി മാ ഖുദ്റതിക അലാ ഉഖൂബതി വദഅവതനി ഇല തൗബതി ബഅദ ജറാഅതി അലൈക. അല്ലാഹുമ്മ ഇന്നി അസ്തഗ്ഫിറുക മിൻഹു ഫഗ്ഫിർലി. അല്ലാഹുമ്മ വമാ അമിൽതു മിൻ അമലിൻ തർലാഹു വവഅദ്തനി അലൈഹി الثواب والغفران فتقبله مني ولا تقطع رجائي منك يا كريم يا أرحم الراحمين. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. കേട്ടോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വസല്ലല്ലാഹു തആല അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. അല്ലാഹുമ്മ മാ അമിൽതു മിൻ അമലിൻ ഫി സനത്തിൽ മാദിയ മിമ്മാ നഹൈതനി അൻഹു ഫലം അതുബ് മിൻഹു വലം തർലാ വനസീതുഹു വലം തൻസഹു وحلمت عني مع قدرتك على عقوبتي ودعوتني إلى التوبة بعد جراءتي عليك. اللهم إني أستغفرك منه فاغفر لي. اللهم وما عملت منه من عمل ترضاه ووعدتني عليه الثواب والغفران فتقبله مني ولا تقطع رجائي منك يا كريم يا أرحم الراحمين. وصلى الله تعالى على سيدنا محمد وعلى آله وصحبه وسلم. ഈ ദുആ 3 വട്ടം നമ്മൾ ചൊല്ലിയാൽ ഇബ്ലീസ് വരെ ലജ്ജിക്കുമെന്നാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. ഇൻഷാ അല്ലാഹ് ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ജീവിതത്തിന്റെ വലിയൊരു പിടിവള്ളിയായി ഇത് കേൾക്കുക. എനിക്ക് അമൽ ചെയ്യാൻ എനിക്കും കേൾക്കുന്ന നിങ്ങൾക്ക് അത് തൗഫീഖ് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷത്തെ യാത്രയാക്കുക. അള്ളാഹു ഈ വർഷം സ്വീകരിക്കുന്ന അമലാക്കി ഒക്കെ ദുആറകൾ. അല്ലാഹുമ്മ തഖബ്ബൽ മിന്നാ ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ഈ വർഷത്തെ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ എന്നാണ് ഈ കഴിഞ്ഞു പോണ വർഷം ചെയ്തു പോയ അമലുകളൊക്കെ സ്വീകരിക്കണേ എന്ന് ദുആ ചെയ്യേണ്ട സമയമാണ്. വരാനിരിക്കുന്ന മുഹറം സ്വീകരിക്കാൻ നാളെ നമ്മൾ പഠിക്കും. വരാനിരിക്കുന്ന മുഹറമിനെ എങ്ങനെ സ്വീകരിക്കാമെന്നൊക്കെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം തരട്ടെ. കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ അല്പമായി പോയെങ്കിൽ നിങ്ങൾ പൊരുത്തപ്പെടണം. വേഗത്തെ പറഞ്ഞ് അവസാനിപ്പിക്കാനാണ് ആഗ്രഹം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവരും ഈ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു അറിവുമായി കണ്ടുമുട്ടാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഒരു ചാനലാണ് ബദറിൻ തീരം എന്ന മജ്ലിസ്. ആ മജ്ലിസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അതിലൂടെ മഹാന്മാരുടെ ചരിത്രം പാടിപ്പറച്ചിലാണ്. അള്ളാഹ് കബൂലാക്കട്ടെ. പുതിയൊരു അറിവുമായി കണ്ടുമുട്ടാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.